നമസ്കാരം, സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഇല്ലാതാക്കാൻ നിയമനിർമ്മാണം നടത്തുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. മെയ് 1 മുതൽ കാഞ്ഞങ്ങാട് ട്രാഫിക് യൂണിറ്റ് തുടങ്ങുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. കാഞ്ഞങ്ങാട് പോലീസ് കൺട്രോൾ റൂം കെട്ടിടോദ്ഘാടനം നടന്നു. ദേശീയപാതയിലെ യാത്രയ്ക്ക് കുരുക്കിട്ട് പള്ളിക്കര റെയിൽവേ ഗേറ്റ് മേൽപ്പാലത്തിനായി ആവശ്യം ശക്തമാകുന്നു. കരുണയുടെ കരങ്ങൾ ഒരുക്കി മെഡിക്കൽ പാലിയേറ്റീവ് കെയർ സൊസൈറ്റി. ഫണ്ട് ഏറ്റുവാങ്ങാൻ കലാഭവൻ മണി എത്തി. ചാമുണ്ടിക്കുന്ന് മീത്തലവീട് വയനാട്ടുകുലവൻ തെയ്യംകെട്ട് മഹോത്സവം 20-ന് തുടങ്ങും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ. മതസൗഹാർദ്ദ സന്ദേശം ഉയർത്തി പാറപ്പള്ളി മഹാം ഉറൂസിന് തുടക്കമായി. വാർത്തകൾ വിശദമായി. അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഉന്മൂലനം ചെയ്യാൻ നിയമം കൊണ്ടുവരുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി ഓഫീസിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്ത് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ശക്തമായിരിക്കുകയാണ്. ഇത് സംബന്ധിച്ച് നിരവധി പരാതികൾ ലഭിച്ചിട്ടുണ്ട്. ദുർമന്ത്രവാദ ചികിത്സയിലൂടെ പലർക്കും ജീവൻ നഷ്ടമായിട്ടുണ്ട്. ഇത് തടയുന്നതിന് വേണ്ടിയാണ് പുതിയ നിയമം കൊണ്ടുവരുന്നത്. ഈ നിയമം അനുസരിച്ച് കുറ്റക്കാരനെന്ന് കണ്ടെത്തിയാൽ 7 വർഷം വരെ കഠിന തടവും പിഴയും ശിക്ഷയായി ലഭിക്കും. എന്നാൽ മതവിശ്വാസത്തെ എതിർക്കാതെയായിരിക്കും നിയമം കൊണ്ടുവരികയെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. കണ്ണൂരിലെ രാഷ്ട്രീയ കൊലപാതകങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കും. കഴിഞ്ഞ ദിവസം CPM പ്രവർത്തകൻ കൊല്ലപ്പെട്ടതിന്റെ പശ്ചാത്തലത്തിൽ കൂടുതൽ പോലീസിനെയും ദ്രുതകർമ്മസേനയെയും കണ്ണൂരിലേക്ക് അയച്ചിട്ടുണ്ട്. 23-ന് കണ്ണൂരിൽ സർവകക്ഷി യോഗം വിളിച്ചിരിക്കുകയാണെന്നും ആഭ്യന്തരമന്ത്രി കൂട്ടിച്ചേർത്തു. സ്വാതന്ത്ര്യ സമര സേനാനികളായ AC കണ്ണൻ നായർ, മുഹമ്മദ് ഷെറൂൾ എന്നിവരുടെ ഫോട്ടോ DCC ഓഫീസിൽ മന്ത്രി അനാച്ഛാദനം ചെയ്തു. മംഗലാപുരം ജില്ലയിൽ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്ത നിരവധി മഹാന്മാരുണ്ട്. അതിൽ ഏറ്റവും പ്രമുഖനായ വ്യക്തിയാണ് AC കണ്ണൻ നായർ. അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഏറ്റവും സമുന്നതനായ പോരാളിയായിരുന്നു. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഈ കാസർഗോഡ് ഫർക്കയിൽ ഉടനീളം സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾക്ക് ഉള്ള ജനകീയ മുന്നേറ്റങ്ങൾ സംഘടിപ്പിച്ചു വന്നത്. ജില്ലാ കോൺഗ്രസ് നേതാക്കളായ അഡ്വക്കേറ്റ് CK ശ്രീധരൻ, K നീലകണ്ഠൻ, N സുബ്രഹ്മണ്യൻ, PA അഷറഫ് അലി, P ഗംഗാധരൻ നായർ, PK ഫൈസൽ, തച്ചങ്ങാട് ബാലകൃഷ്ണൻ, AA കയ്യങ്കൂടൽ, അഡ്വക്കേറ്റ് MC ജോസ്, പാദൂർ കുഞ്ഞാമു തുടങ്ങിയവർ സംസാരിച്ചു. കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ കുടുംബസഹായ നിധി വിതരണം കാസർഗോഡ് AR ക്യാമ്പിൽ നടന്നു. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല കുടുംബസഹായം വിതരണം ചെയ്തു. ചിറ്റാരിക്കാൽ പോലീസ് സ്റ്റേഷനിൽ ASI ആയിരിക്കെ മരണപ്പെട്ട പ്രഭാകരന്റെ കുടുംബത്തെ സഹായിക്കാനായി കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി സമാഹരിച്ച തുക ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല കൈമാറി. കാസർഗോഡ് AR ക്യാമ്പിലായിരുന്നു ധനസഹായ വിതരണം നടന്നത്. പോലീസ് സേനയിൽ സുദീർഘമായ പ്രവർത്തനം നടത്തി വരികയും നമ്മളെല്ലാവരുടെയും വിട്ടുപിരിഞ്ഞ ശ്രീ പ്രഭാകരന്റെ കുടുംബത്തിന് സഹായനിധി കൊടുക്കാൻ തയ്യാറായ പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷനെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ഞങ്ങൾ ആരംഭിച്ച ഏതാണ്ട് 4,33,000 രൂപയും 80,000 രൂപ പോലീസ് സൊസൈറ്റിയുടെ ഭാഗത്തുനിന്ന് കൊടുക്കാൻ സാഹചര്യം ഒരുക്കിയ എല്ലാവരെയും ഞാൻ പ്രത്യേകം അഭിനന്ദിക്കാം. പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് TP സുമേഷ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പോലീസ് ചീഫ് ഡോക്ടർ A ശ്രീനിവാസ് അനുസ്മരണ പ്രഭാഷണം നടത്തി. ഡിവൈഎസ്പിമാരായ TP രഞ്ജിത്ത്, K ഹരിശ്ചന്ദ്ര നായക്, P തമ്പാൻ, അസോസിയേഷൻ നേതാക്കളായ K സന്തോഷ്, K രവീന്ദ്രൻ, K വാസുദേവൻ, രാജീവ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. കാഞ്ഞങ്ങാട് പോലീസ് കൺട്രോൾ റൂം കെട്ടിടോദ്ഘാടനം നടന്നു. മന്ത്രി രമേശ് ചെന്നിത്തല കെട്ടിടോദ്ഘാടനം നിർവഹിച്ചു.
മെയ് 1 മുതൽ കാഞ്ഞങ്ങാട്ട് ട്രാഫിക് യൂണിറ്റ് രൂപീകരിക്കുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. ഫയർഫോഴ്സ് കെട്ടിടം പണി ഉടൻ പൂർത്തിയാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കാഞ്ഞങ്ങാട് പോലീസ് കൺട്രോൾ റൂം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അപ്പോൾ അവരെല്ലാം കൂടി ആവശ്യപ്പെട്ടത് ട്രാഫിക് യൂണിറ്റ് ആണ്. ഞാനിപ്പോൾ ഉദ്യോഗസ്ഥന്മാരോട് സംസാരിച്ചു. കാഞ്ഞങ്ങാട് ഞാൻ കുട്ടിക്കാലം മുതലൂടെ വരുന്ന സ്ഥലമാണ്. വളരെയേറെ വേഗതയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ്. മെയ് 1 തീയതി മുതൽ ഇവിടെ ട്രാഫിക് യൂണിറ്റിൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നു. അതുപോലെ മെയ് 1 തീയതി കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിൽ പ്രീപെയ്ഡ് ഓട്ടോ സംവിധാനം ഏർപ്പെടുത്തുന്നതാണ്. അതുപോലെ തന്നെ ഈ ഫയർ സ്റ്റേഷൻ പെട്ടെന്ന് പൂർത്തിയാക്കും. ഞാൻ SP-യോട് പറഞ്ഞ് അതിൻ്റെ ആളുകളെ വിളിച്ച് സംസാരിച്ച് പെട്ടെന്ന് പൂർത്തിയാക്കണം. ഒരു പുതിയ ഫയർ എഞ്ചിൻ ഈ കാഞ്ഞങ്ങാടേക്ക് അനുവദിക്കുന്നതാണ്. ഉദ്ഘാടന ചടങ്ങിൽ ഇ ചന്ദ്രശേഖരൻ MLA അധ്യക്ഷനായി. മുനിസിപ്പൽ ചെയർപേഴ്സൺ K ദിവ്യ, കൌൺസിലർ ശൈലജ, അഡ്വക്കേറ്റ് CK ശ്രീധരൻ, അഡ്വക്കേറ്റ് ബാബുരാജ്, M പൊക്ലൻ, മെട്രോ മുഹമ്മദ് ഹാജി, കൊവ്വൽ ദാമോദരൻ, A ദാമോദരൻ, TP സുമേഷ്, സന്തോഷ് എന്നിവർ സംസാരിച്ചു. ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ A ശ്രീനിവാസ് സ്വാഗതം പറഞ്ഞു. മടിക്കൈ പാലിയേറ്റീവ് കെയർ സൊസൈറ്റിക്കായി ഫണ്ട് ഏറ്റുവാങ്ങൽ ചടങ്ങ് നടന്നു. ചലച്ചിത്ര താരം കലാഭവൻ മണി ഫണ്ട് ഏറ്റുവാങ്ങി. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി മടിക്കൈ പാലിയേറ്റീവ് കെയർ സൊസൈറ്റി സ്വരൂപിച്ച ഫണ്ട് ഏറ്റുവാങ്ങൽ ചടങ്ങ് നടന്നു. മേക്കാട്ട് വെച്ച് നടന്ന ചടങ്ങിൽ ചലച്ചിത്ര താരം കലാഭവൻ മണി ഫണ്ട് ഏറ്റുവാങ്ങി. വിവിധ സ്ഥാപനങ്ങളും കാരുണ്യമതികളും കൈമാറിയ തുക കലാഭവൻ മണി സൊസൈറ്റി ഭാരവാഹികളെ ഏൽപ്പിച്ചു. ഒരുപാട് ആശ്വാസം നൽകുന്ന ഒരു പ്രോഗ്രാമാണ് ഈ പരിപാടി. അതിന് എങ്ങനെ നന്ദി പറയണം എന്നറിയില്ല. നിങ്ങൾക്കെല്ലാവർക്കും എന്നെ കുറിച്ച് അറിയാവുന്നതാണ്. ഞാൻ ഇതേമാതിരി ഒരുപാട് പേരെ സഹായിക്കുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് തോന്നുന്നത് ഇത് സ്കൂളാണെന്ന് തോന്നുന്നു, അല്ലേ? സ്കൂളല്ലേ? ഞാൻ നന്നായി അന്തസ്സായിട്ട് 3 പ്രാവശ്യം 10ാം ക്ലാസ് പരീക്ഷ എഴുതി തോറ്റാണ്. എനിക്കതിൽ അഭിമാനമുള്ളൂ. കാരണം ഞാൻ ജയിച്ചെന്നുണ്ടെങ്കിൽ ഇന്നൊരു പക്ഷെ ഒരു സിനിമാകാരൻ ആവില്ലായിരുന്നു. പക്ഷെ എന്നാലും ഒരുപാട് സ്ഥലങ്ങളിൽ ഒരുപാട് രാജ്യങ്ങൾ പോയി കാണാൻ പറ്റിയെന്നുള്ളതാണ്. വാർഡുകൾ 200 രൂപയാണ് 1ാം വാർഡ് ഏൽപ്പിച്ചത്. വാർഡ് 3 19,800 രൂപയാണ് ഏൽപ്പിച്ചത്. 4ാം വാർഡ് 25,000 രൂപയാണ് ഏൽപ്പിച്ചത്. ചടങ്ങിൽ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ അധ്യക്ഷയായി. CPM നേതാവ് C പ്രഭാകരൻ കലാഭവൻ മണിക്കുള്ള ഉപഹാരം സമർപ്പിച്ചു. വളണ്ടിയർമാർക്കുള്ള യൂണിഫോം വിതരണവും നടന്നു. ഡോക്ടർ KP അഹമ്മദിനെ ചടങ്ങിൽ ആദരിച്ചു. കാസർഗോഡ് ജില്ലാ പാലിയേറ്റീവ് കെയർ പ്രസിഡന്റ് KP നാരായണൻ, മടിക്കൈ പഞ്ചായത്ത് പ്രസിഡന്റ് S പ്രസീത, ബംഗളം കുഞ്ഞികൃഷ്ണൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മടത്തനാട്ട് രാജൻ തുടങ്ങിയവർ സംസാരിച്ചു. പരപ്പ ബ്ലോക്ക് പഞ്ചായത്തിന് ആസ്ഥാന മന്ദിരം യാഥാർത്ഥ്യമാകുന്നു. മലയോരത്തിന് വികസന കുതിപ്പേകാനുതകുന്ന 3 നില മന്ദിരത്തിന്റെ ഉദ്ഘാടനം 3 മാസത്തിനകം. 2010 സംസ്ഥാനത്ത് പുതുതായി അനുവദിച്ച 6 ബ്ലോക്ക് പഞ്ചായത്തുകളിലൊന്നാണ് പരപ്പ. ടൗണിലെ വാടക കെട്ടിടത്തിലാണ് കഴിഞ്ഞ 4 വർഷമായി ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസ് പ്രവർത്തിക്കുന്നത്. ഇതിന്റെ അസൗകര്യം തിരിച്ചറിഞ്ഞ് സമയബന്ധിതമായി സൗകര്യപ്രദമായ സ്ഥലം തരപ്പെടുത്തിയാണ് ഓഫീസ് മന്ദിരം നിർമ്മിച്ചത്. കുരിക്കൽ വീട്ടിൽ കാർത്തിയായനി, ജോജി വർഗീസ്, സഹോദരങ്ങളായ കുണ്ടുകൊച്ചിയിലെ രാജൻ, സുരേന്ദ്രൻ, രമേശൻ എന്നിവരിൽ നിന്നാണ് ഇതിനുള്ള സ്ഥലം ഏറ്റെടുത്തത്. പരപ്പ വികസന സമിതിയുടെ നേതൃത്വത്തിൽ 68.7 സെന്റ് സ്ഥലമാണ് ഏറ്റെടുത്തത്. കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജ് സ്ട്രക്ചർ ഡിസൈനും പ്ലാനും തയ്യാറാക്കി. പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിന്റെ ആസ്ഥാന മന്ദിരത്തിന്റെ നിർമ്മാണം ദ്രുതഗതിയിൽ നടന്നുവരുന്നു. ഗതാഗത സൗകര്യം കൊണ്ട് അനുഗ്രഹീതമായ പരപ്പ ടൗണിന് സമീപം കുരിക്കൽ വീട്ടിൽ കാർത്തിയായനി, ജോജി വർഗീസ്, അതുപോലെ തന്നെ സഹോദരന്മാരായ രമേശൻ, രാജൻ, സുരേന്ദ്രൻ ഇവർ 5 പേർ സൗജന്യമായി നൽകിയ 69 സെന്റ് സ്ഥലത്താണ് കെട്ടിടം പണിയുന്നത്. 2 കോടി ആണ് അടങ്കൽ തുക. ഇതിന്റെ എസ്റ്റിമേറ്റ്, സ്ട്രക്ചറൽ ഡിസൈനൊക്കെ തയ്യാറാക്കിയത് കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജാണ്. നമ്മുടെ NSGD എഞ്ചിനീയേഴ്സും സഹകരിച്ചിരുന്നു.
3 മാസത്തിനകം ഫിനിഷിംഗ് വർക്ക് തീരത്തക്ക വിധത്തില് ബ്ലോക്ക് പഞ്ചായത്തിന്റെ 7ഓളം ഘടക സ്ഥാപനങ്ങൾ ഒരേ സമുച്ചയത്തിൽ വരുന്ന തരത്തിലാണ് കെട്ടിടം പണി പുരോഗമിക്കുന്നത്. മണ്ണു പരിശോധന ഉൾപ്പെടെയുള്ളവ പൂർത്തിയാക്കി 2 കോടി രൂപ ചെലവിലാണ് കെട്ടിടമൊരുക്കിയത്. വയറിംഗ്, പ്ലംബിംഗ് ജോലികൾ മാത്രമാണ് ഇനി പൂർത്തിയാക്കേണ്ടതെന്ന് പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PV രവി കോഹിനൂർ പറഞ്ഞു. വയറിംഗ്, പ്ലംബിംഗ് ജോലികൾക്കായി PWD ബിൽഡിംഗ് വിഭാഗത്തിലെ ഇലക്ട്രിക്കൽ വിംഗ് 12,70,000 രൂപയുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസ് കെട്ടിടത്തിൽ BDO, കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ, പട്ടികജാതി, പട്ടികവർഗ, ശിശുവികസന, ക്ഷീരവികസന ഓഫീസുകൾ, കേന്ദ്രാവിഷ്കൃത തൊഴിലുറപ്പ് പദ്ധതി, നീഴ്ത്തര പദ്ധതി ഓഫീസുകൾ എന്നിവയ്ക്ക് പുറമെ 2 കോൺഫറൻസ് ഹാളും ഉണ്ടാകും. ബ്ലോക്ക് അടിസ്ഥാനത്തിലെ മിനി സിവിൽ സ്റ്റേഷൻ എന്ന സങ്കല്പത്തിലാണ് ഓഫീസ് സജ്ജീകരിക്കുക. ഓഫീസിന്റെ സാക്ഷാത്കരണത്തിനായി കാത്തിരിക്കുകയാണ് മലയോര ജനത. ന്യൂസ് ബ്യൂറോ, ചോയ്യങ്കോട്. ഒരേ ക്ലാസ്സിലിരുന്ന് പഠിച്ചവർ 3 പതിറ്റാണ്ടിനു ശേഷം വീണ്ടും തിമിരി മഹാകവി കുട്ടമത്ത് സ്മാരക ഹൈസ്കൂൾ മുറ്റത്ത് സംഗമിച്ചു. ഓർമ്മയുടെ മഷിത്തണ്ടുകൊണ്ട് സഹപാഠികൾ വരച്ചിട്ടത് കൂട്ടായ്മയുടെ സൗഹൃദ ചിത്രം. പഠനം പൂർത്തിയാക്കി പല വഴിക്ക് പിരിഞ്ഞ സഹപാഠികളുടെ സംഗമത്തിന് മഷിത്തണ്ട് എന്നായിരുന്നു പേര്. വത്സൻ പിലിക്കോട് ഉദ്ഘാടനവും ബ്രോഷർ പ്രകാശനവും നിർവഹിച്ചു. ഒരു ഓക്സിജൻ സിലിണ്ടറിന്റെ മാർക്കറ്റ് വാല്യൂ 700 രൂപയാണ്. അപ്പോൾ ഒരു ദിവസം 2100 രൂപയുടെ ഓക്സിജൻ നമ്മൾ വലിക്കുന്നു, പക്ഷെ ആർക്കൊന്നും പണം കൊടുക്കുന്നില്ല. ഈ 2100നെ 365 കൊണ്ട് ഗുണിച്ചാൽ ഇതൊരു ഓൺഗോയിങ് പ്രോസസ്സാണ്, ഇത് നിൽക്കുന്നില്ല. 2100നെ 365 കൊണ്ട് ഗുണിച്ചാൽ ലക്ഷങ്ങളുടെ കടക്കാരാണ് നമ്മൾ. അത് ഒരു ശരാശരി മനുഷ്യൻ 60-65 വയസ്സ് വരെ ജീവിക്കും എന്ന് തന്നെ കൂട്ടിയാൽ നമുക്ക് മുമ്പേ കടന്നു പോയ 70-80 കാലം ജീവിക്കും. പക്ഷെ നമ്മുടേത് അത്ര ഗ്യാരണ്ടിയുള്ള ഒരു ജീവിതമല്ല. അപ്പോൾ 65 വയസ്സ് വരെ ജീവിച്ചാൽ തന്നെയും 65 ഗുണം 365 കൊണ്ട് ഗുണിച്ച സംഖ്യയെ ഈ 65 വർഷം കൊണ്ട് ഒന്ന് ഗുണിച്ചു നോക്കിയാൽ ഏതാണ്ട് വലിയ കോടികൾ നാം കണക്കാരാണ്. പക്ഷേ കണക്കുകൾ ആരും ചോദിക്കാത്തതുകൊണ്ട് നാം കണക്കുകൾ വെക്കുന്നില്ല എന്ന് മാത്രമേ. ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ചുറ്റിലുമുള്ള പ്രകൃതിയും ഈ മണ്ണും എല്ലാം നഷ്ടപ്പെടുത്തിക്കൊണ്ട് നമ്മളൊക്കെ വല്ലാതെ ഇങ്ങനെ ചുരുങ്ങി ആമയുടെ ജന്മമായി ഒരു വലിയ പുറന്തോടുണ്ടാക്കിയിട്ട് ഈ പുറന്തോടിനകത്തേക്ക് വലിഞ്ഞു നിൽക്കുകയാണ്. സംഘാടക സമിതി ചെയർമാൻ മോഹനൻ പാറക്കാടൻ അധ്യക്ഷനായി. കാസർഗോഡ് ഡയറ്റ് പ്രിൻസിപ്പാൾ ഡോക്ടർ PV കൃഷ്ണകുമാർ, സംഘാടക സമിതി കൺവീനർ M അശ്വിനി കുമാർ എന്നിവർ സംസാരിച്ചു. അധ്യാപകരും വിദ്യാർത്ഥികളും അനുഭവങ്ങൾ പങ്കുവച്ചു. സ്കൂൾ ലൈബ്രറിയിലേക്ക് പുസ്തകങ്ങളും സമർപ്പിച്ചു. സ്കൂൾ മാനേജർ V പ്രകാശ് നാരായണൻ, ഹെഡ് മാസ്റ്റർ AV ശ്രീനിവാസൻ, ജോയിന്റ് കൺവീനർ T ഷൈജ എന്നിവർ സംസാരിച്ചു. കുടുംബസംഗമവും കലാപരിപാടികളും നടത്തി. ദേശീയപാതയിലെ തടസ്സമില്ലാ യാത്രയ്ക്ക് കുരുക്കിട്ട് നീലേശ്വരം പള്ളിക്കര റെയിൽവേ ഗേറ്റ്. സംസ്ഥാന ദേശീയപാതയിൽ അവശേഷിക്കുന്ന ഏക റെയിൽവേ ഗേറ്റാണിത്. അറ്റകുറ്റപ്പണിക്കായി ഗേറ്റ് ഈ മാസം വീണ്ടും അടയ്ക്കാനിരിക്കെ മേൽപ്പാലം എന്നുവരുമെന്ന് ഒരെത്തും പിടിയും കിട്ടാത്ത സ്ഥിതിയാണ്. പള്ളിക്കരയിൽ പ്രഖ്യാപിക്കപ്പെട്ട് വർഷങ്ങൾ കഴിഞ്ഞ് പ്രഖ്യാപിച്ച റെയിൽവേ മേൽപ്പാലങ്ങൾ പോലും യാഥാർത്ഥ്യമായിട്ടും ഇന്നും റെയിൽവേ ഗേറ്റിൽ ഒതുങ്ങാനാണ് പള്ളിക്കരയുടെ വിധി. നാടിന്റെ സ്വപ്ന പദ്ധതിക്ക് തുച്ഛമായ വിലയ്ക്ക് സ്ഥലം വിട്ടുകൊടുത്ത ഇവിടത്തുകാരെ നോക്കി പല്ലിളിക്കുകയാണ് പള്ളിക്കര റെയിൽവേ ഗേറ്റ്. ചുരുങ്ങിയ കിലോമീറ്ററുകൾ മാത്രം അപ്പുറത്തുള്ള പടന്നക്കാട് മേൽപ്പാലം യാഥാർത്ഥ്യമായതിന്റെ ഗുണഫലം ലഭിക്കാത്ത സ്ഥിതിയാണെന്ന് യാത്രക്കാരും ഡ്രൈവർമാരും പറയുന്നു. പടന്നക്കാട് മേൽപ്പാലം ഇറങ്ങി വന്ന് പള്ളിക്കരയിൽ കുടുങ്ങി നിൽക്കാമെന്നതാണ് നിലവിലത്തെ സ്ഥിതി. യാത്രാവണ്ടികൾക്കൊപ്പം ഒന്നിലധികം ചരക്ക് വണ്ടികളും കടന്നുപോകേണ്ടി വരുന്ന ഘട്ടങ്ങളിൽ നീലേശ്വരം മാർക്കറ്റ് ജംഗ്ഷൻ വരെ വാഹനനിര നീണ്ട അനുഭവങ്ങൾ വരെ ഇവിടെയുണ്ട്. പടന്നക്കാട് മേൽപ്പാലത്തിന്റെ ഉദ്ഘാടന സമയത്ത് തന്നെ ഇനി പള്ളിക്കരയുടെ ഊഴമെന്ന് മന്ത്രി VK ഇബ്രാഹിം കുഞ്ഞ് പ്രഖ്യാപിച്ചിരുന്നു. ഇതിനിടെ 4 വരി പാതയ്ക്കൊപ്പം പള്ളിക്കര മേൽപ്പാലവും നിർമ്മിക്കാമെന്ന കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയം P കരുണാകരൻ MPക്ക് മറുപടി നൽകി. എന്നാൽ പള്ളിക്കര റെയിൽവേ ഗേറ്റിലെ വാഹനത്തിരക്ക് പോലെ തന്നെ കുരുക്കഴിയാതെ നീങ്ങുന്ന ഔദ്യോഗിക നടപടികളിൽ പകച്ചു നിൽക്കുകയാണ് നാട്ടുകാർ. തകർന്നും ഏച്ചുകെട്ടിയും നിലനിർത്തുന്ന ഗേറ്റ് അറ്റകുറ്റപ്പണിക്കായി ഈ മാസം അവസാന വാരം വീണ്ടും അടച്ചിടാനുള്ള നീക്കത്തിലാണ് അധികൃതർ. അന്വേഷണത്തിന് അവധി നൽകാത്ത തിമിരിയിലെ ദേവദാസ് പുതിയ കണ്ടുപിടുത്തവുമായി ജനശ്രദ്ധ നേടുന്നു. കണ്ടുപിടുത്തങ്ങൾക്കുള്ള പ്രചോദനം സ്വന്തം ജീവിതാനുഭവങ്ങൾ.
സാധാരണ ജീവിതാനുഭവങ്ങൾ മാത്രമല്ല, രോഗമോചനത്തിനായി വിധേയനാകേണ്ടി വന്ന 3 ഹൃദയ ശസ്ത്രക്രിയകൾ പോലും കണ്ടുപിടുത്തത്തിന്റെ ഊർജ്ജമാക്കിയ വ്യക്തിയാണ് തിമിരി കുതിരംചാലിലെ വടക്കേ വീട്ടിൽ ദേവദാസ്. കാസർഗോഡ് നിർമ്മിതി കേന്ദ്രത്തിലെ എഞ്ചിനീയറായിരുന്ന ഇദ്ദേഹമാണ് പറശ്ശിനിക്കടവ് പാമ്പ് വളർത്തു കേന്ദ്രത്തിൽ രാജവെമ്പാളിയുടെ കോൺക്രീറ്റ് ശില്പം തീർത്തത്. ജോലി രാജിവെച്ച് സ്വന്തമായി പ്ലാനും എസ്റ്റിമേറ്റുകളും തയ്യാറാക്കുന്ന ജോലിക്കിടെയാണ് ഹൃദ്രോഗബാധിതനായി ബൈപ്പാസ് ശസ്ത്രക്രിയക്ക് വിധേയനായത്. രോഗമോചനം നേടുമ്പോഴേക്കും പേനയുടെ റീഫില്ലർ ഉപയോഗിച്ച് വെള്ളം പമ്പ് ചെയ്യാവുന്ന ഉപകരണത്തിന് രൂപം നൽകി. വീടിന്റെ 2ാം നിലയുടെ നിർമ്മാണ വേളയിൽ കോൺക്രീറ്റിന് വെള്ളമൊഴിക്കാനാകാതെ വന്നപ്പോഴാണ് പുതിയ കണ്ടുപിടുത്തത്തിന്റെ വിത്ത് മനസ്സിലേക്ക് വീണത്. പൈപ്പും കുപ്പികളും പേനയുടെ റീഫില്ലും ഉപയോഗിച്ച് ആവശ്യമായ സ്ഥലത്ത് യഥേഷ്ടം വെള്ളമൊഴിക്കാൻ കഴിയുമെന്ന ആശയം പ്രാവർത്തികമാക്കി. പച്ചക്കറിക്കും പിന്നെ അതുപോലെ തന്നെ ചെടികൾക്ക് കോൺക്രീറ്റിന് സ്ലാബ് കോൺക്രീറ്റ് ചെയ്യുന്നതിന് വേണ്ടി എല്ലാം വെള്ളം നനക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വില കുറഞ്ഞ രീതിയിൽ പിന്നെ ചെയ്യാൻ പറ്റുന്നതാണ്, ഉണ്ടാക്കിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അതായത് ഒന്ന് സ്പ്രിംഗ്ലർ എന്ന് പറഞ്ഞാൽ ന്യൂട്ടൺസ് തേർഡ് ലോ ഓഫ് മോഷൻ ടു എവരി ആക്ഷൻ ദർ ഇസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആക്ഷൻ എന്ന തത്വം വെച്ചിട്ടാണ് സ്പ്രിംഗ്ലർ ചെയ്തിരിക്കുന്നത്. ആ സ്പ്രിംഗ്ലർ എന്ന് പറഞ്ഞാൽ പെന്ന് നമ്മൾ ഈ ശൂന്യമായ പെന്നിൻ്റെ റീഫില്ലറും അതിൻ്റെ മറ്റിലെ പാർട്സ് ഉപയോഗിച്ചിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതിൻ്റെ ബേസ് എന്ന് പറഞ്ഞാൽ പിന്നെ ഇതിൻ്റെ എന്താ പറയുന്നത്, കുപ്പീൻ്റെ ഒരു ബോട്ടം ഭാഗം കട്ട് ചെയ്ത് അതിൽ സിമെൻറ്റ് നിറച്ചിട്ട് അതിൻ്റെ ബേസ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൻ്റെ വെർട്ടിക്കൽ പൊസിഷൻ ഇതെന്ന് പറഞ്ഞാൽ. വാർത്തകൾ തുടരുന്നു. ചാമുണ്ടിക്കുന്ന് മീത്തലവീട് വയനാട്ടുകുലവൻ തെയ്യംകെട്ട് മഹോത്സവം ഏപ്രിൽ 20 മുതൽ 23 വരെ തീയതികളിൽ നടക്കും. തെയ്യംകെട്ട് മഹോത്സവത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഐതിഹ്യസമ്പന്നമായ ചാമുണ്ടിക്കുന്ന് മീത്തലവീട് തറവാട്ട് വയനാട്ടുകുലവൻ തെയ്യംകെട്ട് മഹോത്സവം ഏപ്രിൽ 20 മുതൽ 23 വരെ തീയതികളിൽ നടക്കും. 20 രാത്രി 8 മണിക്ക് തെയ്യം കൂടൽ, 21 രാവിലെ 10 മണിക്ക് രക്തചാമുണ്ടിയമ്മ, ആയിറ്റി ഭഗവതി, പടിഞ്ഞാർ ചാമുണ്ടിയമ്മ, വിഷ്ണുമൂർത്തി, കുണ്ടാർ ചാമുണ്ടിയമ്മ, ഉച്ചോളിക്കടവത്ത് ഭഗവതി തെയ്യങ്ങൾ കെട്ടിയാടും. 22 രാവിലെ 6 കോരച്ചൻ തെയ്യത്തിന്റെ വെള്ളാട്ടം, 11 മണിക്ക് വിഷ്ണുമൂർത്തിയുടെ തിടങ്ങൽ, ഉച്ചയ്ക്ക് 12 മണിക്ക് വയനാട്ടുകുലവൻ തെയ്യത്തിന്റെ വെള്ളാട്ടം, 23 രാവിലെ 11 മണിക്ക് കണ്ടനാർ കേളം തെയ്യത്തിന്റെ പുറപ്പാട്, വൈകിട്ട് 3 മണിക്ക് വയനാട്ടുകുലവൻ തെയ്യത്തിന്റെ പുറപ്പാട്, തുടർന്ന് വിഷ്ണുമൂർത്തിയുടെ പുറപ്പാടും നടക്കും. ഏപ്രിൽ മാസം 20, 21, 22, 23 തീയതികളിൽ ചാമുണ്ടിക്കുന്ന് ശ്രീ വിഷ്ണുമൂർത്തി ദേവസ്ഥാനം പരിധിയിലുള്ള മീത്തലവീട് തറവാടിലെ വയനാട്ടുകുലവൻ ദൈവകെട്ട് മഹോത്സവം നടത്തുന്നതിന്റെ പത്രമാധ്യമങ്ങളോട് നമ്മുടെ പരിപൂർണ സഹായവും മറ്റു കാര്യങ്ങളും അറിയിക്കാനുള്ള ഇന്നത്തെ പത്രസമ്മേളനം വിളിച്ചുകൊണ്ടുള്ളൂ. അപ്പോൾ അതിന് മറ്റന്നാൾ 19 തീയതി ചാമുണ്ടിക്കുന്ന് ദേവാലയത്തിന്റെ പരിധിയിലുള്ള മുഴുവൻ പ്രാദേശിക കമ്മിറ്റിയുടെയും മറ്റിതര ദേവസ്ഥാനങ്ങളുടെയും പരിപൂർണ സഹായത്തോടുകൂടി തറവാട്ടങ്ങളുടെയും സഹായത്തോടുകൂടി കലവറ നടക്കൽ ചടങ്ങാണ് ആദ്യമായി തെയ്യംകെട്ട് മഹോത്സവത്തോടനുബന്ധിച്ച് നടക്കാൻ പോകുന്നത്. കാഞ്ഞങ്ങാട് നടന്ന വാർത്താ സമ്മേളനത്തിൽ ആഘോഷ കമ്മിറ്റി ചെയർമാൻ സി രാജൻ പെരിയ, ബാലൻ മഞ്ഞോട്ട്, സി കെ ഗംഗാധരൻ, വർക്കിംഗ് ചെയർമാൻ അരവിന്ദാക്ഷൻ നായർ, കുഞ്ഞിക്കണ്ണൻ കേളോത്ത്, ഡോക്ടർ നാരായണൻ പള്ളിക്കാപ്പിൽ, ശ്രീധരൻ പൊയ്യക്കര, രാജൻ പൂച്ചക്കാട് തുടങ്ങിയവർ സംബന്ധിച്ചു. മതസൗഹാർദ്ദത്തിൽ പെരുമ നേടിയ പാറപ്പള്ളി മഹാമുറൂസിന് തുടക്കമായി. മാനവഹൃദയങ്ങൾക്ക് കറാമത്തുകളാൽ ആത്മസായുജ്യമേകുന്ന മഹാമുറൂസ് തിങ്കളാഴ്ച സമാപിക്കും. മഗ്‌രിബ് നിസ്കാരത്തിന് ശേഷം സ്വലാത്ത് മജ്‌ലിസിന് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ നേതൃത്വമേകി. ഇവിടെ നടത്താൻ പോകുന്ന ഈ മഹത്താവുന്നതായ ഉറൂസ്, ആ ഉറൂസിന്റെ ഉദ്ഘാടന വേദി കൂടിയാണോ, അതിനെത്രമാത്രം ബഹുമാനം നമ്മൾ നൽകുന്നുണ്ടോ, അതിലുപരി അല്ലാഹുവിൻ്റെ വിശുദ്ധാത്മാക്കളാവുന്നതായ സർവ്വ വിശുദ്ധാത്മാക്കളും, അല്ലാഹുവിൻ്റെ മലായികത്ത്, മഹാന്മാരാവുന്ന അല്ലാഹുവിൻ്റെ അമ്പിയാവ്, ഈ ലോകത്തുള്ള സർവ്വസാലിഹ്യങ്ങൾ, അവരിതിനെ അവരെ ലോകത്ത് വെച്ചുകൊണ്ട് വളരെയധികം ബഹുമാനത്തോടു കൂടി കൊണ്ടാടുക എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ സന്തോഷത്തിൽ അവരും പങ്കെടുക്കുക. കാരണം എന്താണെന്ന് ചോദിച്ചാൽ
ഈ ഉറൂസ് എന്നത് തങ്ങൾ നബിയുടെ ജീവിത കാലഘട്ടത്തിൽ ഇതിൻ്റെ ഈ ഉറൂസിലുള്ള മഹത്താവുന്ന ഇബാദത്തുകളും ആ ഇബാദത്തുകൾക്കുള്ളതായ അടിസ്ഥാനങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രവർത്തിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിനോട് കൽപ്പിച്ചുകൊണ്ട് നബി നമുക്ക് കാണിച്ചു തന്ന ഏറ്റവും വലിയതായ ഒരു മാതൃകയാണ് ഉറൂസ്. ഉദ്ഘാടന സമ്മേളനത്തിൽ എ മുഹമ്മദ് കുഞ്ഞി ഹാജി അധ്യക്ഷനായി. ഡോക്ടർ മുഹമ്മദ് സലീം നദ്വി മുഖ്യപ്രഭാഷണം നടത്തി. ടി എം മുനീർ സ്വാഗതവും കെ ഹമീദ് നന്ദിയും പറഞ്ഞു. മതസൗഹാർദ്ദം വിളംബരം ചെയ്ത് മഞ്ചേശ്വരം ഉദ്യാവര മഞ്ചേശ്വർ ക്ഷേത്ര ഭാരവാഹികൾ 1000 ജമാഅത്ത് പള്ളിയിലെത്തി. ഉത്സവം ക്ഷണിക്കാനെത്തിയ ക്ഷേത്രം ഭാരവാഹികൾക്ക് സ്നേഹോഷ്മളമായ സ്വീകരണമാണ് 1000 ജമാഅത്ത് പള്ളി ഭാരവാഹികൾ നൽകിയത്. വിഷു കഴിഞ്ഞ് ആദ്യത്തെ വെള്ളിയാഴ്ചയാണ് എല്ലാ വർഷവും ഉദ്യാവര മാട അറസുമഞ്ചിഷ്ണാർ ക്ഷേത്ര ഭാരവാഹികൾ ഉത്സവം ക്ഷണിക്കുവാൻ 1000 ജമാഅത്ത് പള്ളിയിലേക്ക് എത്തുന്നത്. ക്ഷേത്രം ഭാരവാഹികൾക്ക് ഉത്സവം പോലെ തന്നെ പ്രധാനപ്പെട്ട ചടങ്ങുകളിലൊന്നാണ് 1000 ജമാഅത്ത് പള്ളിയിൽ പോയി ഉത്സവം ക്ഷണിക്കുന്നതും. മതസ്നേഹത്തിൻ്റെ പ്രഭചൊരിഞ്ഞ് ഘോഷയാത്രയായാണ് ക്ഷേത്രം ഭാരവാഹികൾ 1000 ജമാഅത്ത് പള്ളിയിലേക്ക് യാത്ര തിരിച്ചത്. ഘോഷയാത്രയ്ക്ക് അകമ്പടിയായി ചുവന്ന ഉടയാടകളും മുല്ലമാലകളും അണിഞ്ഞ വെളിച്ചപ്പാടന്മാരും വാദ്യമേളങ്ങളും ഉണ്ടായിരുന്നു. ക്ഷേത്രം ഭാരവാഹികളായ മഞ്ജു ഭണ്ഡാരി, തിമ്മ ഭണ്ഡാരി, ദുഃഖ ഭണ്ഡാരി, ജയപാൽ ഷെട്ടി, സഞ്ജീവ ഷെട്ടി തുടങ്ങിയ നിരവധി പേരാണ് സംഘത്തിൽ ഉണ്ടായിരുന്നത്. കാൽനടയായി എത്തിയ ക്ഷേത്രം ഭാരവാഹികളെ പള്ളിയുടെ കവാടത്തിൽ കാത്തുനിന്ന ജമാഅത്ത് ഭാരവാഹികൾ നിറഞ്ഞ സ്നേഹത്തോടെ പള്ളിയുടെ അകത്തേക്ക് ആനയിച്ചു. പള്ളിമുറ്റത്തെത്തിയ വെളിച്ചപ്പാടന്മാർ അന്തരീക്ഷത്തെ ഭക്തിനിർഭരമാക്കി ഉത്സവത്തിൻ്റെ വരവറിയിച്ച് ഉറഞ്ഞുതുള്ളി. ഉത്സവം ക്ഷണിച്ച് മടങ്ങുന്ന ക്ഷേത്ര ഭാരവാഹികൾക്ക് ജമാഅത്ത് ഭാരവാഹികളും നാട്ടുകാരും സ്നേഹപൂർണമായ യാത്രയയപ്പാണ് നൽകിയത്. 1000 ജമാഅത്ത് കമ്മിറ്റി ഭാരവാഹികളായ സൂപ്പി ഹാജി, ഖാദർ ഫാറൂഖ്, SM ബഷീർ, ഹനീഫ് PA, റഹ്മാൻ ഉദ്യാവർ എന്നിവർ സ്വീകരണത്തിന് നേതൃത്വം നൽകി. ക്ഷേത്രത്തിൽ തിരിച്ചെത്തിയ ഭാരവാഹികൾ ക്ഷേത്രം അധികാരികളെ കാര്യം ധരിപ്പിക്കുകയും ഉത്സവത്തിൽ ജമാഅത്തിൻ്റെ സാന്നിധ്യം ഉറപ്പാക്കുകയും ചെയ്തു. എല്ലാ വർഷവും ക്ഷണം സ്വീകരിച്ച് ക്ഷേത്രത്തിലേക്കെത്തുന്ന ജമാഅത്ത് ഭാരവാഹികൾ പണവും നെല്ലും കാണിക്കയായി നൽകും. പള്ളിയിലെ ഉറൂസ് നേർച്ചയ്ക്ക് ക്ഷേത്ര കമ്മിറ്റിയും തിരിച്ച് അരിയും നെയ്യും വെളിച്ചെണ്ണയും നൽകാറുണ്ട്. ക്ഷേത്രത്തിൽ ജമാഅത്ത് ഭാരവാഹികൾ ഇടതുവശത്തും ക്ഷേത്രം ഭാരവാഹികൾ വലതുവശത്തും ഇരുന്നാണ് ഉത്സവ ചടങ്ങുകൾ നടത്തുക. ക്ഷേത്രത്തിൽ നടക്കുന്ന ഉത്സവം മതസ്നേഹം അറിയിക്കുന്നതിനുള്ള വേദിയായാണ് ഉത്സവ നടത്തിപ്പിന് അവകാശികളായ ഐസ്രാൽഗുത്ത് തറവാട്ടുകാർ കാണുന്നത്. 200-ലേറെ വർഷം പഴക്കമുള്ള ഈ ആചാരം തുടർന്നു കൊണ്ടുപോകുന്നതിൽ സന്തോഷമുണ്ടെന്നും തറവാട്ടംഗങ്ങൾ പറയുന്നു. ഉദ്യാവരയ്ക്ക് ഐശ്വര്യവും സമൃദ്ധിയും പ്രദാനം ചെയ്യുന്ന അണ്ണ, തമ്മ, മുണ്ടത്തായ ദൈവങ്ങളാണ് ഈ ക്ഷേത്രത്തിൽ കുടികൊള്ളുന്നത്. ധർമ്മസ്ഥലയിൽ നിന്നെത്തിയ അണ്ണ, തമ്മ ദൈവങ്ങൾക്ക് മുണ്ടത്തായ ദൈവം തുണ നൽകി എന്നാണ് ഐതിഹ്യം. ഈ സൗഹൃദത്തെ തുടർന്ന് മുണ്ടത്തായ ദൈവം തനിക്കും അണ്ണതമ്മ ദൈവങ്ങൾക്കും ഐസ്രാൽഗുത്തു തറവാട്ടുകാരോട് ക്ഷേത്രം ഒരുക്കുവാൻ നിർദ്ദേശിക്കുകയായിരുന്നു. അങ്ങനെയാണ് വർഷങ്ങൾക്ക് മുൻപ് ഉദ്യാവര അറസുമഞ്ചിഷ്ണാർ ക്ഷേത്രം നിർമ്മിക്കാനിടയായതെന്നാണ് വിശ്വാസം. ഏതായാലും മതസൗഹാർദ്ദത്തിൻ്റെ നിറവിൽ നടക്കുന്ന ഈ ക്ഷേത്രത്തിലെ ഉത്സവം ഒരു നാടിൻ്റെ ഉത്സവം തന്നെയാണ്. ക്ഷേത്രത്തിലെ ഉത്സവത്തിന് അടുത്ത മാസം 8-ന് കൊടിയുയരും. 5 ദിവസങ്ങളിലായി നടക്കുന്ന ഉത്സവത്തിൻ്റെ ഭാഗമായി വിവിധ കലാ, സാംസ്കാരിക, ധാർമ്മിക പരിപാടികളും അരങ്ങേറും. ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. മാറിയ കാലത്തും മുറതെറ്റാതെ കാവൽക്കാരുടെ ആചാരം കൊള്ളൽ. ഐതിഹ്യ പെരുമയിൽ നീലേശ്വരം പള്ളിക്കര കുഞ്ഞിപ്പുളിക്കാൽ വിഷ്ണുമൂർത്തി ക്ഷേത്രത്തിലാണ് ചടങ്ങ് നടന്നത്. മേടം 1-ന് വിഷുദിനത്തിലാണ് ക്ഷേത്രത്തിൽ കാവൽക്കാർ ആചാരം കൊണ്ടത്. മണിയറ, തമ്പ, പള്ളിപ്പുറം ശിവൻ, വിനോദ് കല്ലിങ്കാൽ, KV കൃഷ്ണൻ എന്നിവരാണ് ഇക്കുറി കാവൽക്കാരായത്. പള്ളിക്കര ഭഗവതി ക്ഷേത്രത്തിൽ നടന്ന ചടങ്ങിൽ മേലത്തച്ഛൻ ഇവർക്ക് സ്ഥാനചിഹ്നങ്ങളായ കയറും വടിയും എടുത്തു നൽകി. മേടം 1-ന് സ്ഥാനമേറ്റാൽ തുലാം 13-ന് കുഞ്ഞിപ്പുളിക്കാൽ ക്ഷേത്രത്തിലെ ഒറ്റക്കോല ഉത്സവം വരെയാണ് ഇവരുടെ കാവൽ ചുമതല. ഒറ്റക്കോല ഉത്സവത്തോടെ സമയപരിധി പൂർത്തിയാക്കുന്ന ഇവർ കയറും വടിയും തിരികെ പള്ളിക്കര ക്ഷേത്രത്തിൽ സമർപ്പിക്കും. പാലേരക്കീഴിൽ വിഷ്ണുമൂർത്തി ക്ഷേത്രം, ശ്രീ കേണമംഗലം കഴകം എന്നീ ക്ഷേത്രങ്ങളിലെ ആചാരക്കാരും വാദ്യക്കാരും നാട്ടുകാരും ചടങ്ങിൽ പങ്കെടുക്കാനെത്തി.
വാരിക്കാട്ട് പച്ചിക്കാരൻ തറവാട് കളിയാട്ട മഹോത്സവം ശനി ഞായർ തീയതികളിൽ നടക്കും. വിവിധ തെയ്യങ്ങൾ അരങ്ങിലെത്തും. അന്നദാനവും നടക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഇല്ലാതാക്കാൻ നിയമനിർമ്മാണം നടത്തുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. മെയ് 1 മുതൽ കാഞ്ഞങ്ങാട് ട്രാഫിക് യൂണിറ്റ് തുടങ്ങുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. കാഞ്ഞങ്ങാട് പോലീസ് കൺട്രോൾ റൂം കെട്ടിടോദ്ഘാടനം നടന്നു. ദേശീയപാതയിലെ യാത്രയ്ക്ക് കുരുക്കിട്ട് പള്ളിക്കര റെയിൽവേ ഗേറ്റ് മേൽപ്പാലത്തിനായി ആവശ്യം ശക്തമാകുന്നു. കരുണയുടെ കരങ്ങൾ ഒരുക്കി മെഡിക്കൽ പാലിയേറ്റീവ് കെയർ സൊസൈറ്റി. ഫണ്ട് ഏറ്റുവാങ്ങാൻ കലാഭവൻ മണി എത്തി. ചാമുണ്ടിക്കുന്ന് മീത്തലവീട് വയനാട്ടുകുലവൻ തെയ്യംകെട്ട് മഹോത്സവം 20-ന് തുടങ്ങും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ. മതസൗഹാർദ്ദ സന്ദേശം ഉയർത്തി പാറപ്പള്ളി മഹാം ഉറൂസിന് തുടക്കമായി. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.